ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947-ലല്ല. നമ്മൾ അറിഞ്ഞതും പഠിച്ചതുമൊക്കെ തെറ്റ്. അതായത് ഇന്ത്യക്കാർ മുഴുവൻ വിഡ്ഢികൾ. സ്വാതന്ത്ര്യം ലഭിച്ചത് ഏകദേശം കഴിഞ്ഞ വർഷമായിരിക്കും. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. അപ്പറഞ്ഞയാൾ RSS നേതാവ് മോഹൻ ഭാഗവത് ആണ്. പറഞ്ഞു വരുന്നത് നേതാവിന്റെ ഒരു പുതിയ പ്രസ്താവനയെ കുറിച്ചാണ്. അതായത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്നാണ് RSS നേതാവ് മോഹൻ ഭാഗവത് പറയുന്നത്. വിദേശ ആധിപത്യത്തിന് മേൽ ഇന്ത്യയുടെ പരമാധികാരം വിജയം നേടിയതിന്റെ പ്രതീകമായി പ്രാണപ്രതിഷ്ഠ നടത്തിയ തീയതി പ്രതിഷ്ഠ ദ്വാദശി ആയി ആചരിക്കണമെന്നും മോഹൻ ഭാഗവത് പറയുന്നുണ്ട്. ഇൻഡോറിൽ നടന്ന പരിപാടിക്കിടെയാണ് മോഹൻ ഭാഗവതിന്റെ ഈ വിവാദ പരാമർശം. നേതാവിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: രാമക്ഷേത്രത്തിനായി നടത്തിയ ശ്രമങ്ങൾ ആരെയും എതിർക്കാനായിരുന്നില്ല, മറിച്ച് ഭാരതത്തെ തന്നെ ഉണർത്താനായിരുന്നു. ലോകത്തെ നയിക്കാൻ സ്വാതന്ത്ര്യമായും ഒറ്റക്കെട്ടായും ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു അത്. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു ലിഖിത ഭരണഘടന ഉണ്ടാക്കി. എന്നാൽ ആ ദർശനം ഉയർത്തിപ്പിടിച്ചവർ ആഗ്രഹിച്ചത് പ്രകാരമായിരുന്നില്ല ആ രേഖ. അനേകം നൂറ്റാണ്ടുകളുടെ പീഡനങ്ങൾ നേരിട്ട ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കപ്പെട്ടത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണെന്നായിരുന്നു ഭാഗവത് പറഞ്ഞത്. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിക്ക് ദേശീയ ദേവി അഹല്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ടായിരുന്നു മോഹൻ ഭാഗവതിന്റെ ഈ വാക്കുകൾ. രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ചമ്പത് റായ്. അതേസമയം മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശിവസേന MP സഞ്ജയ് റൌത്ത് രംഗത്ത് വന്നു. ഭരണഘടന എഴുതിയതും രാമക്ഷേത്രം നിർമ്മിച്ചതും ഭഗവത് അല്ലെന്നാണ് റൌത്ത് പരിഹസിച്ചത്. RSS അല്ല രാമക്ഷേത്രം കൊണ്ടുവന്നത്, മോഹൻ ഭാഗവത് അല്ല ഭരണഘടന എഴുതിയത്. അദ്ദേഹം പറയുന്നതെല്ലാം തെറ്റാണ്. ആയിരക്കണക്കിന് വർഷത്തോളമായി രാംലല്ല ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി പോരാടി, പക്ഷേ അതിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല എന്നാണ് സഞ്ജയ് റൌത്ത് ഇതിന് മറുപടി പറഞ്ഞത്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ മറ്റിടങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് അടുത്തിടെ മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു. രാമക്ഷേത്രം നമ്മളെ സംബന്ധിച്ച് ഒരു വികാരമാണ്. ക്ഷേത്രം പണിയണമെന്ന ആഗ്രഹം ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ. UP-യിലെ ഷാഹി ജമാ മസ്ജിദിലെയും രാജസ്ഥാനിലെ അജ്മീറിലെ അജ്മീർ ഷാരിഫിലെയും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് RSS മേധാവിയുടെ ഈ പ്രതികരണം. ഇതാദ്യമായല്ല മോഹൻ ഭാഗവത് ഇത്തരം പ്രസ്താവനകൾ നടത്തി രംഗത്ത് വരുന്നത്. പലപ്പോഴും എല്ലാ പരാമർശങ്ങളും വിവാദമായി മാറാറുമുണ്ട്. അത്തരത്തിലൊരു പ്രസ്താവനയാണ് ഇത്തവണയും നേതാവ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്.